ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ലൈവിൽ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി, ആ മോർണിംഗ് ആക്ടിവിറ്റിയുടെ അവസാന സമയത്ത് അനീഷ് പൊട്ടിത്തെറിക്കുകയും ക്യാമറയുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് ബിഗ് ബോസിനോട് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുവാൻ സാധിച്ചു. സംഭവം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരിയാണ് വന്നത്. സംഭവം ഇതാണ്: കഴിഞ്ഞ ദിവസം അവിടെ ഡാൻസ് മാരത്തോൺ നടക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഡാൻസ് മാരത്തണിനെ പറ്റിയുള്ള ഒരു വിശകലനമായിരുന്നു. അതിനുവേണ്ടി ബിഗ് ബോസ് ഒരുക്കിയത് ഒരു ന്യൂസ് ചാനലിന്റെ മാതൃകയാണ്. ഒരാള് ന്യൂസ് വായിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു, അപ്പോൾ തന്നെ ന്യൂസ് ഡെസ്കിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടർ. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. അതായത് സാധാരണ ന്യൂസ് ചാനലുകൾ നമ്മൾ കാണുന്നത് പോലെ ഒരാൾ ഒരു വാർത്തയെപ്പറ്റി ഒരു ആമുഖം പറയുന്നു, അതിനുശേഷം നമ്മുടെ റിപ്പോർട്ടർ ലൈനിലുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം എന്ന് പറഞ്ഞ് റിപ്പോർട്ടറിലേക്ക് പോകുന്നു. ഇത് രണ്ടും ഒരാൾ തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഓരോ മത്സരാർത്ഥികളും മുൻപോട്ട് വരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഡാൻസ് മാരത്തോണിൽ ആരാണ് നന്നായി പെർഫോം ചെയ്തത്, ആരൊക്കെയാണ് പരാജയപ്പെട്ടത്, എന്തൊക്കെയായിരുന്നു അവരുടെ കുഴപ്പങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അതല്ലാതെ ആ വീട്ടിൽ എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും പരാമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ടിംഗ് നടക്കുന്നത്. എന്നാൽ ആദില ന്യൂസ് റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി വരുന്ന സമയത്ത് 3 റോളാണ് ആദില വെളിപ്പെടുത്തുന്നത്. സാധാരണ ന്യൂസ് വായിക്കുന്ന ന്യൂസ് റീഡർ, രണ്ടാമത് റിപ്പോർട്ടർ. എന്നാൽ ആദില മൂന്നാമതൊരാളിനെ കൂടി കൊണ്ടുവന്നു. അത് വളരെ മനോഹരമായിരുന്നു എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ആദില ആദ്യം ന്യൂസ് വായിക്കുന്നു, അനീഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തുടർന്ന് വിശദാംശങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ടറിലേക്ക് പോകുന്നു. റിപ്പോർട്ടർ അനീഷിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് അനീഷിന്റെ നാട്ടിലുള്ള ഒരാൾ ഇപ്പോൾ നമ്മോടൊപ്പം ലൈനിലുണ്ട്, അദ്ദേഹത്തോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ കുറിച്ച് അയാളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അവൻ ബിഗ് ബോസിലേക്ക് പോയത് അവന്റെ 2 ഏക്കർ നെൽപ്പാടം വിറ്റിട്ട് ആ കാശ് PR-ന് കൊടുത്തിട്ടാണെന്ന്. അത് അനീഷിനെ വല്ലാതെ ചൊടിപ്പിച്ചു. സത്യത്തിൽ ആദില വെറുതെ തമാശ അടിച്ചതാണ്. രാവിലെ അവർ ഈ കൊളാബിനെ കുറിച്ചും PR-നെ കുറിച്ചും ഒക്കെ പറഞ്ഞ് അനീഷുമായിട്ട് ഒരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അനീഷിനെ ചൊടിപ്പിക്കുവാൻ വേണ്ടി അന്നേരവും പറയുന്നുണ്ടായിരുന്നു, ഈ നെൽപ്പാടമൊക്കെ വിറ്റിട്ടല്ലേ നിങ്ങൾ PR കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അനീഷേട്ടൻ കൂടുതൽ കിടന്ന് ഉരുളണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആദില പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ആദിലയ്ക്ക് അനീഷിനെ കുറിച്ച് മുൻപ് എങ്ങനെയാ പരിചയം ഉണ്ടാവുക? ഇനി അഥവാ പരിചയമുണ്ടെങ്കിൽ തന്നെ അയാൾ കൃഷിക്കാരനാണെന്നും അയാൾ 2 ഏക്കർ നെൽപ്പാടം വിറ്റ് PR-ന് കൊടുത്തിട്ടാണ് ഇവിടേക്ക് വന്നതെന്നുമൊക്കെ എങ്ങനെ പറയാൻ പറ്റും? അത് രസമാണ്, അതൊരു ഫണ്ണായിട്ട് ആ ഗെയിമിനോടുള്ള ബന്ധത്തിലാണ് അവരവിടെ പറയുന്നത്. പക്ഷേ അനീഷിന് ഇത് കേട്ടപ്പോഴേക്കും കുരു പൊട്ടി. അത്രയും സമയം ചിരിച്ചുകൊണ്ടിരുന്ന അനീഷിന്റെ മുഖഭാവമൊക്കെ അങ്ങ് മാറി. തുടർന്ന് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞപ്പോഴേക്കും ക്യാമറയുടെ മുൻപിലേക്ക് അനീഷ് ഓടി വരുന്നു. എന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി ബിഗ് ബോസിനോട് പറയുകയാണ്, ബിഗ് ബോസ് കേട്ടില്ലേ, ഞാൻ PR കൊടുത്തിട്ടാണ് ഇവിടേക്ക് വന്നതെന്നാണ് എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2 ഏക്കർ എൻ്റെ നെൽപ്പാടം വിറ്റിട്ട് ആ കാശ് PR-ന് കൊടുത്തിട്ട് ഇവിടേക്ക് വന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല ബിഗ് ബോസ്, ഈ PR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യണം, എൻ്റെ നാട്ടിലേക്ക് ഒരു ടീമിനെ അയക്കണം, അവരെ കൊണ്ട് എൻ്റെ നാട്ടിലൊന്ന് അന്വേഷിപ്പിക്കണം, ഞാൻ നെൽപ്പാടം വിറ്റിട്ട് PR കൊടുത്തിട്ടുണ്ടോ എന്ന്. എൻ്റെ സോഷ്യൽ മീഡിയ പോലും ഞാൻ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. എനിക്ക് PR വർക്ക് ചെയ്യുവാൻ ഒറ്റ ആളിനെ പോലും ഞാൻ ആക്കി വെച്ചിട്ടുമില്ല. പച്ച നുണയാണ്, എന്നെ തകർത്ത് കളയാൻ വേണ്ടി കല്ലുവെച്ച നുണകളാണ് ഇവരൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനെതിരെ ബിഗ് ബോസ് പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന്റെ മുൻപിൽ, ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് അനീഷ് കുറച്ച് ഷോ നടത്തുന്ന കാഴ്ച കണ്ടു. സത്യത്തിൽ ഈ അനീഷിനോട് നമുക്കുണ്ടാകുന്ന ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നാമത് ഇതൊരു ടാസ്ക്കാണ്. ആ ടാസ്കിൽ ഓരോരുത്തർ വന്ന് ഓരോരോ കാര്യങ്ങൾ പറയും. അനീഷ് നെൽപ്പാടം വിറ്റോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ വിഷയമേ അല്ല. ഇതിനെ ഒരു ഫണ്ണായിട്ട് കാണാൻ കഴിയണം. കഴിഞ്ഞ ദിവസം മുതൽ അവിടെ പല PR-നെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്, പലരും നിഷേധിക്കുന്നുണ്ട്. PR കൊടുത്ത പല ആൾക്കാരുമാണ് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്യുകയാണ്, പക്ഷെ PR കൊടുത്ത ആൾക്കാരൊക്കെ ഒരു കുഴപ്പമില്ലാതെ കയറി പോകുന്നു എന്നൊക്കെ പറയുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുകയാണ്. അതിനെതിരെ വേണമെങ്കിൽ അനുമോൾക്കും പ്രശ്നം ഉണ്ടാക്കാമായിരുന്നല്ലോ. പിന്നെ അനീഷ് PR കൊടുത്തോ കൊടുത്തില്ലയോ? അനീഷ് PR കൊടുത്തെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴുവോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ PR കൊടുക്കും, എല്ലാ ആൾക്കാരും PR കൊടുത്തിട്ടാണ് അതിനകത്തേക്ക് വരുന്നത്. അങ്ങനെ അനീഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനിവിടെ ആർക്കും അത് തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല. കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ PR എന്ന് പറയുമ്പോഴേക്ക് എന്തോ വലിയ അപരാധമാണ് എന്ന രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളവരോട് ഒരു കാര്യം പറയുകയാണ്, PR വർക്ക് അങ്ങനെ പാപപ്രവൃത്തിയൊന്നുമല്ല. ചില ആൾക്കാർക്ക് പേയ്മെന്റ് കൊടുത്ത് മത്സരാർത്ഥികളാക്കി വെക്കാറുണ്ട്. അതായത് ബിഗ് ബോസിന്റെ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും അത് കൃത്യമായി പുറം ലോകത്ത് എത്തിക്കുക. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എപ്പിസോഡിൽ എല്ലാം ഒന്നും കാണിക്കത്തില്ല. എപ്പിസോഡിൽ ചിലപ്പോൾ നമ്മളെ നെഗറ്റീവായിട്ടായിരിക്കും കാണിക്കുന്നത്. എന്നാൽ നെഗറ്റീവായി തീരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റിനെ എന്താണ് യാഥാർത്ഥ്യം എന്ന് സമൂഹത്തോട് വെളിപ്പെടുത്തുക.
ഒരു വലിയ അടി നടക്കുകയാണ്, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അടി. അതിനകത്ത് ഞാൻ എത്രയോ നേരം സംസാരിക്കാറുണ്ട്. ആ സംസാരങ്ങളൊന്നും എപ്പിസോഡിൽ കാണിക്കാൻ പറ്റില്ല. അത് അങ്ങേയറ്റം 1 മിനിറ്റ് 2 മിനിറ്റ് ആക്കിയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് എൻ്റെ ഭാഗം എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അത് ചെയ്യേണ്ടത് എൻ്റെ PR ഏജൻസികളാണ്. അവർ ആ കൃത്യമായിട്ടുള്ള റീലുകൾ കട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും അങ്ങനെയെല്ലാം അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു അപരാധ പ്രവൃത്തിയൊന്നുമല്ല. ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി അവർ ചെയ്യുന്ന പണിയാണ്. അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ആ മത്സരാർത്ഥിയുടെ ഫാൻസ് ആണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ പണം വാങ്ങി ചെയ്യുന്നവരുമുണ്ട്. എന്തായാലും പണം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും മത്സരാർത്ഥിയുടെ പ്രകടനത്തെ ആശ്രയിച്ചു മാത്രമാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. പിന്നെ അല്പസ്വല്പമൊക്കെ വെളുപ്പിച്ചെടുക്കുവാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അനീഷ് നെൽപ്പാടം വിറ്റിട്ടാണ് PR കൊടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്രയധികം പൊള്ളുന്നത്? സഹിഷ്ണുതയോടുകൂടി ഈ കാര്യങ്ങളെ നോക്കിക്കാണണ്ടേ? സത്യം പറഞ്ഞാൽ നമുക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്ക് നേരെ ഒരു പുഞ്ചിരിയുമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം അതങ്ങനെ കത്തിജ്വലിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് മൂട്ടിൽ തീ പിടിച്ചതുപോലെ ചാടി ഇറങ്ങി പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്നത് ആ വ്യക്തി വളരെ ദുർബലനാണ്, ബലഹീനനാണ്. അയാളെ നിസ്സാര നിമിഷം കൊണ്ട് ട്രിഗർ ചെയ്യിക്കുവാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. അനീഷ് ഇപ്പോൾ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് പോയി തൃശ്ശൂരിൽ അന്വേഷിക്കണം, ഞാൻ നെൽപ്പാടം വിറ്റിട്ടാണോ വന്നത്, അങ്ങനെ ഒരു സഹായം ബിഗ് ബോസിന്റെ ടീം എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്നൊക്കെ എത്ര ബാലിശമായിട്ടാണ് പറയുന്നത്. അനീഷിന് നന്നായിട്ട് അറിയാം. അനീഷ് ക്യാമറയുടെ മുൻപിൽ ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കുറെ ആൾക്കാർ തൃശ്ശൂർ കോടന്നൂരിലേക്ക് പോയിട്ട് നെൽപ്പാടം എവിടെയൊക്കെയുണ്ട്, ആരൊക്കെ വിറ്റിട്ടുണ്ട്, ഇതിന്റെ എല്ലാം കണക്കുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പറയത്തില്ല എന്ന് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് ക്യാമറയുടെ മുമ്പിൽ പറയുന്നത്? ഇതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. അത്രയും സ്ക്രീൻ സ്പേസ് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിഷയത്തെ കൂടി ഉപയോഗിക്കുവാൻ വേണ്ടി ഇതിനകത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അനീഷ് ഇവിടെ പറയുന്ന വേറൊരു കള്ളം കൂടിയുണ്ട്. ബിഗ് ബോസ് PR എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലും എനിക്ക് അറിയില്ല. എന്തൊരു ദുരന്തമാണ്. PR എന്ന് പറയുന്നത് അറിയാത്ത ഒരാളാണോ അനീഷ്? കഴിഞ്ഞ 5 വർഷമായിട്ട് ബിഗ് ബോസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അരച്ചു കലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോലി പോലും രാജിവെച്ചതിന് ശേഷം ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്. തമിഴ്, ഹിന്ദി, മലയാളം ബിഗ് ബോസുകളെല്ലാം വിടാതെ കണ്ട് വളരെയധികം ഒരുക്കത്തോടും തയ്യാറെടുപ്പുകളോടും കൂടി എത്തിയിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് കള്ളം പറയുകയാണ്. PR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല ബിഗ് ബോസ് എന്നൊക്കെ. അനീഷ്, താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് ദയവ് ചെയ്ത് നഷ്ടപ്പെടുത്തി കളയരുത്. അത് മാത്രമേ പറയാനുള്ളൂ. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ജെനുവിനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കള്ളത്തരങ്ങൾ പറയാത്ത, സത്യസന്ധതയോടുകൂടി പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. അല്ലാതെ നിങ്ങൾ അവിടെ വലിയ മല മറിക്കുന്നത് കണ്ടിട്ടൊന്നും അല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ജെന്യുവിനാണ് എന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ നട്ടാൽ കുരുക്കാത്ത നുണ നിങ്ങൾ പറയരുത്. അനീഷ് ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അനീഷിന്റെ അടുക്കിലേക്ക്, ക്യാമറയുടെ അരികിലേക്ക് ഷാനവാസ് വരുന്നുണ്ട്. വന്നിട്ട് ഷാനവാസ് ശരിക്കും പറയുന്നുണ്ട്, മിത്രമൊക്കെ വേറെ, ഈ വിഷയം വേറെ. ഇവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇവൻ കള്ളത്തരം മാത്രമാണ് പറയുന്നത്, ഇവന്റെ മാനിപ്പുലേഷനിൽ പ്രേക്ഷകർ വീഴരുത്, ബിഗ് ബോസ് ഇവൻ അനാവശ്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെതിരെ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് അനീഷ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ ജെനുവിനാണ് എന്ന് നിങ്ങളല്ല പറയേണ്ടത്, ലോകം അത് പറയണം. നിങ്ങളുടെ കളി കാണുന്ന വ്യക്തികൾ പറയണം അയാളൊരു സത്യസന്ധനായ മനുഷ്യനാണെന്ന്. പക്ഷേ ഇല്ലാത്ത കാര്യമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ സ്വയം നാറുകയാണ്, സ്വയം അപഹാസ്യനാവുകയാണ്. അനീഷിന് PR എന്താണെന്ന് പോലും അറിയില്ലെന്നാണ് അനീഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയ ചർച്ചയിൽ അനീഷും നല്ലൊരു എമൗണ്ട് PR വർക്കിന് വേണ്ടി കൊടുത്തു എന്ന് പല ചാനലുകാരും തുറന്നു പറയാൻ തുടങ്ങി. ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരിക തന്നെ ചെയ്യും. പല ആൾക്കാരും ഒരുമ്പെട്ടങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് PR-കളെ പിടിക്കാനും ആ എമൗണ്ടുകൾ വെളിപ്പെടുത്തുവാനുമൊക്കെ. ആ സമയത്ത് അനീഷിന്റെ PR വർക്കിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അനീഷ് ജെന്യുവിനാണ് എന്ന് പറയുന്ന ആൾക്കാർ, അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് എങ്ങനെയാണ് തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? അനീഷിന് PR എന്താണെന്ന് പോലും അറിയില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനീഷ് PR കൊടുത്തിട്ട് വന്നയാളാണ് എന്നുള്ളത് തെളിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്ത ജനം തന്നെ നിങ്ങളെ തെറി പറയില്ലേ? അതുകൊണ്ട് സ്വയം കുഴി കുഴിക്കരുത്. എന്ത് കിട്ടിയാലും അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അതെല്ലാം വിജയിക്കണമെന്നില്ല. ചിലത് വൻ കുഴികൾക്കകത്ത് പോയി വീഴുന്ന, സ്വയം കുഴി വെട്ടുന്ന പരിപാടികളായി മാറും. അനീഷിനെ ഒത്തിരി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഒരു വേള ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഈ സീസണിലെ എൻ്റെ റിയൽ ഹീറോ അനീഷ് തന്നെയാണെന്ന്. അത്രമാത്രം അയാളോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗെയിമുകളോട്, ആറ്റിറ്റ്യൂഡുകളോടൊക്കെ ഭയങ്കരമായ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിസ്സാരമായ ഒരു വാക്കിൻ്റെ മുൻപിൽ ഒരു ഫൺ ഒരാൾ പറഞ്ഞപ്പോഴേക്കും അതിനകത്ത് കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി പോവുകയും ഇമാതിരി സെന്റി വർത്തമാനം പറയുകയും ആ കൂട്ടത്തിൽ പച്ചക്കള്ളം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല.